വാർത്തകൾ വിശദമായി. കനയ്യകുമാറിനെ JNU ക്യാമ്പസിനുള്ളിൽ കടന്നാക്രമിച്ചു. പുറത്തുനിന്ന് എത്തിയ സംഘപരിവാർ ബന്ധമുള്ള പൂർവാഞ്ചൽ സേനാ പ്രവർത്തകനാണ് അക്രമി. ഇയാളെ സർവകലാശാലയിലെ സുരക്ഷാ ജീവനക്കാർ പുറത്താക്കി. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് ജയിലിലായിരുന്ന കനയ്യകുമാർ 21 ദിവസത്തിന് ശേഷം ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയത്. കനയ്യയ്ക്ക് സുരക്ഷ ഒരുക്കണമെന്ന് കോടതി ദില്ലി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെയാണ് കനയ്യകുമാറിന് നേരെ ആക്രമണമുണ്ടായത്. കനയ്യ സുരക്ഷിതനാണെന്ന് സർവകലാശാല വൃത്തങ്ങൾ അറിയിച്ചു. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി MPയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വയ്ക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കരുണ എസ്റ്റേറ്റിൽ നിന്ന് നികുതി പിരിക്കാനുള്ള നീക്കം നിയമവിരുദ്ധമെന്ന് VS അച്യുതാനന്ദൻ. തീരുമാനത്തിന് പിന്നിൽ കോടികളുടെ അഴിമതിയെന്നും ഇതുവഴി 900 ഏക്കർ ഭൂമി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും VS പറഞ്ഞു. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൺസ്യൂമർ ഫെഡ് മദ്യവിൽപ്പനശാലയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. കൺസ്യൂമർ ഫെഡിന്റെ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള മദ്യവിൽപ്പനശാലയുടെ ഒരു ദിവസത്തെ വിറ്റുവരവിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്ന പരാതിയിലാണ് കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2011 നവംബർ 19 പടിഞ്ഞാറേക്കോട്ടയിലെ മദ്യവിൽപ്പനശാലയുടെ വരുമാനം 3,85,000 രൂപയായിരുന്നു. ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ കൺസ്യൂമർ ഫെഡ് MDയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ബില്ലടക്കമുള്ള തെളിവുകൾ പരാതിക്കാരനായ ജോർജ് വട്ടുകുളം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് മന്ത്രി CN ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. ജോർജ് വട്ടുകുളത്തിന്റെ പരാതി പ്രകാരം കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ആരോപണത്തിൽ മന്ത്രിക്കെതിരെ ത്വരിതാന്വേഷണത്തിന് നേരത്തെ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം പുതിയ പരാതിയും അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഏപ്രിൽ 4 അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആർട്ട് ഓഫ് ലിവിംഗ് സംഘാടകർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അന്ത്യശാസനം. നാളെ 5 കോടി രൂപ പിഴ അടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്ന് ട്രിബ്യൂണൽ.
ജയിലിൽ പോയാലും പിഴ അടയ്ക്കില്ലെന്ന് ശ്രീ രവിശങ്കറിന്റെ വെല്ലുവിളി. അതിനിടെ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി നിശ്ചയിച്ചിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് ചടങ്ങിൽ നിന്ന് പിന്മാറി. യമുന നദീതീരം നിരപ്പാക്കിയതിനും കൃഷിയിടം നശിപ്പിച്ചതിനും 5 കോടി രൂപ പിഴയടക്കണമെന്നായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. എന്നാൽ പിഴയടക്കില്ലെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് 4 മണിക്ക് മുമ്പ് തന്നെ പിഴത്തുക അടയ്ക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. അടിയന്തരമായി വാദം കേട്ട ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റെ ബെഞ്ച് സംഘാടകർക്ക് നാളെ വരെ സമയം നീട്ടി നൽകി. നാളെ 5 മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി പിഴ അടയ്ക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. പിഴയടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. എന്നാൽ പിഴയടക്കില്ലെന്നും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ശ്രീ രവിശങ്കർ അറിയിച്ചു. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്തില്ലെന്നും അനുമതി നിഷേധിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും BJP MPയും ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകനുമായ മഹേഷ് ഗിരി പറഞ്ഞു. അതേസമയം സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ ചടങ്ങിൽ നിന്ന് പിന്മാറി. രാഷ്ട്രപതി പ്രണബ് മുഖർജി നേരത്തെ തന്നെ പിന്മാറുന്നതായി അറിയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. UDFിലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങളുമായും ജനതാദൾ യുണൈറ്റഡുമായും കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. ഘടകകക്ഷികൾക്ക് അധിക സീറ്റുകൾ നൽകാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നതോടെയാണ് ചർച്ചകൾ അലസിയത്. കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജേക്കബ്, ജനതാദൾ യുണൈറ്റഡ് എന്നീ കക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ സീറ്റ് വിഭജന ചർച്ചകളാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ അധികം വേണമെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. മാത്രമല്ല, കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ പേരാമ്പ്ര, ആലത്തൂർ, തളിപ്പറമ്പ് എന്നീ സീറ്റുകളിലല്ലാതെ വെച്ചുമാറലിന് പോലും തയ്യാറല്ലെന്ന് കേരള കോൺഗ്രസും നിലപാടെടുത്തു. ഇതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അങ്കമാലി അടക്കം 4 സീറ്റുകൾ എന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിച്ചില്ല. അങ്കമാലി നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം അങ്കമാലി കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയില്ല. 4 സീറ്റ് ഞങ്ങൾ അവകാശപ്പെട്ടു, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 3 സീറ്റിന്റെ കാര്യത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. 4 വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പുതുതായി 1 സീറ്റടക്കം മൊത്തം 8 സീറ്റുകൾ വേണമെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആവശ്യവും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. പല സീറ്റുകളും വെച്ചുമാറണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടാതിരുന്നതോടെ ചർച്ച വഴിമുട്ടി. ഞങ്ങൾ ഇന്ന് സീറ്റിന്റെ കാര്യം സംസാരിച്ചത് അത് മുഴുവൻ തീരുമാനങ്ങളായിട്ടില്ല. അതേസമയം കുന്നംകുളം സീറ്റ് നൽകാമെന്ന് CMPക്ക് കോൺഗ്രസ് ഉറപ്പ് നൽകി. എന്നാൽ മൊത്തം 3 സീറ്റുകൾ വേണമെന്ന CMPയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ആർക്കും അധിക സീറ്റുകൾ നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കവേ വരും ദിവസങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളും സങ്കീർണമാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജനം സംബന്ധിച്ച് LDFിൽ ഉഭയകക്ഷി ചർച്ച തുടരും. ഈ മാസം 19-ന് വീണ്ടും LDF യോഗം ചേരും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF മണ്ഡലം കമ്മിറ്റികളുടെയും ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസുമായി 2011-ൽ ഉഭയകക്ഷി ധാരണ പ്രകാരമുണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ്. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 2011-ൽ താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാരഥിയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ.
താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവുവന്ന സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF സ്ഥാനാർത്ഥികളായ AK ആന്റണി, MP വീരേന്ദ്രകുമാർ, LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് K സോമപ്രസാദ് എന്നിവരാണ് നിയമസഭാ സെക്രട്ടറിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഈ മാസം 11-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ് 21-ന് നടക്കും. തിരികെ വാർത്തയിലേക്ക്. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VC-യും ന്യൂറോ സർജനുമായ ഡോക്ടർ B ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T പാർവതി എന്നിവരടങ്ങിയ വിധിനിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേതനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്. ദേശീയ തൊഴിലാളി അവകാശ പോരാട്ട ദിനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ എറണാകുളം ബോട്ട് ജെട്ടിയിലെ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി K ചന്ദ്രൻപിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഫാസിസ്റ്റ് കക്ഷികൾ തൊഴിലാളികളെ ഭിന്നിപ്പിക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾ പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.